بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم ആദരണീയരായ മുഅ്മിനീങ്ങളെ, ബഹുമാന്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഈ ക്യാമ്പിൽ രാവിലെ 9 മണിക്ക് തന്നെ എത്തിച്ചേർന്ന സഹോദര സഹോദരിമാരെ, മാതൃതുല്യരായ പ്രിയപ്പെട്ട ഉമ്മമാരെ, ജ്യേഷ്ഠ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, ദ്വീപിന്റെ മണ്ണിൽ ഉപജീവന മാർഗത്തിനു വേണ്ടി വ്യത്യസ്ത മേഖലയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ അനിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഈ സംഗമം ഒരു പുണ്യകർമ്മമായി, സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വനിതാ ക്യാമ്പ് നടക്കുന്നുണ്ട്. നമ്മൾ ജെട്ടിയിൽ നമ്മുടെ പബ്ലിക് പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട്. എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇന്നത്തെ ദിവസം ഈ ദ്വീപിലെ, അഗത്തി ദ്വീപിലെ നമ്മുടെ ആദർശ പ്രബോധനത്തിന് വേണ്ടി നാം നീക്കിവെച്ച ദിവസമാണ്. അള്ളാഹു ഇതൊരു പുണ്യമായി, സൽക്കർമ്മമായി, ഒരു ഇബാദത്തായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ ദീനിനു വേണ്ടി, നിന്റെ ദീനിന്റെ വഹ്ദാനിയത്തെ ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഏർപ്പെടുന്ന ഈ എല്ലാ പ്രക്രിയകളും നീ പുണ്യകർമ്മമായി കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ഒരു വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. ചെറുതൊന്നുമല്ല, വലിയ ഭാഗ്യം. ദ്വീപുകളുടെ മണ്ണിൽ ഖബറുകൾ, ഉയർത്തപ്പെട്ട ഖബറുകളുണ്ട്, ഇല്ലേ? ഉണ്ട്. അഡ്രസ് പോലും ഇല്ലാത്ത ഖബറുകൾ ദ്വീപിലുണ്ട്. എന്ന് പറഞ്ഞാൽ കാലിവിടുണ്ട്, വേറെ സ്ഥലത്ത് ആ ശരീരത്തിന്റെ മറ്റൊരവയവുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ഖബറുകൾ ഇവിടെയുണ്ട്. കരയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ തുടങ്ങുന്നത് നമ്മൾ എത്ര വലിയ ഭാഗ്യം കിട്ടിയവരാണെന്ന് മനസ്സിലാവാനാണ്. ഇപ്പൊ മുനമ്പത്ത് ബീബി എന്ന് പറയുന്ന, ഫാത്തിമത്ത് സുഹ്റ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വലിയ ജാറവും ഖബറിടവും അങ്ങ് പൊന്നാനിയുടെ പരിസരത്തുണ്ട്. അത് കടലിൽ നിന്ന് കിട്ടിയ, നമ്മൾ കടലിന്റെ തീരത്ത് അല്ലെങ്കിൽ ചുറ്റും കടലിനാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കൊച്ചു ദ്വീപിൽ താമസിക്കുന്നവരായതുകൊണ്ട് തിരമാലകളെ കുറിച്ചും കടലിനെ കുറിച്ചും നമുക്ക് ശരിക്കറിയും. പൊന്നാനിയിലെ കടലിൽ നിന്ന് കരയിലേക്ക് തിരമാലകളാൽ ഇങ്ങനെ തള്ളിക്കൊണ്ടുവന്നിട്ട ഒരു മനുഷ്യ ശരീരമാണ് ഇന്ന് മുനമ്പത്ത് ബീവി എന്നറിയപ്പെടുന്ന ആ ബീവി. അങ്ങനെ കടപ്പുറത്ത് നിന്ന് ഒരു മയ്യത്ത് കിട്ടി. 2 മയ്യത്താണ് കടപ്പുറത്ത് അണഞ്ഞത്, തീരത്ത് അണഞ്ഞത്. അതിൽ ആണിന്റെ ശരീരം അത്രമാത്രം വ്രണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ആണിന്റെ ശരീരം നാട്ടുകാരിൽ മറമാടി എന്നാണ് ചരിത്രം പറയുന്നത്. സ്ത്രീയുടെ ശരീരം കുറച്ചുകൂടി വ്രണപ്പെട്ടിരുന്നു. അവിടെ ആളുകളൊക്കെ കൂട്ടി അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി ആ സ്ത്രീയുടെ ബോഡിയും ഖബറടക്കപ്പെടുകയാണ്. പക്ഷെ കുപ്പായത്തിന്റെ കൈ നല്ല നീളമുണ്ടായിരുന്നു. ആ സ്ത്രീ അണിഞ്ഞിരിക്കുന്ന കുപ്പായത്തിന്റെ കൈ നീളമുണ്ടായിരുന്നു. അതുകൊണ്ട്
ഇതൊരു മുസ്ലിമത്തായ പെണ്ണാണ് എന്ന നിഗമനത്തിൽ എത്തുകയാണ്. ആരുടെ മകളാണ്, ആരുടെ ഭാര്യയാണ്, ആരുടെ ഉമ്മയാണ്, എവിടെ താമസിച്ചവരാണ്, ഇവരുടെ അഡ്രസ് എന്താണ് അറിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. മുനമ്പത്തി ബീവിയുടെ ചരിത്രം രേഖപ്പെടുത്തി പോരിശ പറയുന്നവർ തന്നെ എഴുതിയത് ഊരും പേരും അറിയില്ല എന്നാണ്. ഊരറിയില്ല എന്ന് പറഞ്ഞാൽ നാടറിയില്ല, പേരറിയില്ല, പക്ഷേ പ്രസിദ്ധിക്ക് യാതൊരു കുറവുമില്ല. വെളിയങ്കോട്ട് ഉമർ ഖാദിയെ പോലെയുള്ള ആളുകളൊക്കെ ജീവിച്ചു മരിച്ചുപോയ മണ്ണിലാണ് ഈ സ്ത്രീ ഉള്ളത്. ഞാൻ ഈ സ്ത്രീയെ കുറിച്ച് പറയാനല്ല ഇത് പറയുന്നത്. പക്ഷെ പിന്നീട് യോഗം ചേർന്ന് ഈ സ്ത്രീക്ക് ഒരു പേര് കൊടുക്കുകയാണ്. ആ പേരാണ് ഫാത്തിമത്തു സുഹറ. അപ്പൊ സത്യത്തിൽ ആ കബറിൽ കിടക്കുന്ന ആളാരാ ആർക്കും അറിയില്ല. ആരിട്ട പേരാണ്? നാട്ടുകാർ യോഗം ചേർന്ന് ഈ ഖബർ പൊന്തിച്ച് വരുമാനമാക്കണമെന്ന് വിചാരിച്ച ആളുകൾ തീരുമാനിച്ച പേരാണ്. ഇത് ഞാൻ ഈ ആമുഖത്തിൽ പറയാനുള്ള കാരണം, അതിന്റെ പിറകിൽ ചെന്ന് പിന്നീട് അത് വരുമാന മാർഗമാക്കി അവിടെ ചെന്ന് കുട്ടിയില്ലാത്തവർ കുട്ടികളെ ചോദിക്കുന്ന, അസുഖങ്ങൾ ഭേദമായി കിട്ടാൻ ഈ ഖബറിൽ കിടക്കുന്ന ഈ മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന മഹദിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഈ പള്ളിയിൽ വന്നു ചേർന്നവരെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ വഹദാനിയത്ത് കിട്ടിയവരാണ്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും റബ്ബിന്റെ മുന്നിലേക്ക് മാത്രമേ സമർപ്പിക്കാവൂ എന്ന് തീർത്തും യാതൊരു ഇളവുമില്ലാതെ നഖശികാന്തം അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ, തൗഹീദിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ അവരോട് വ്യക്തിപരമായ വൈരാഗ്യമില്ല, സംഘടനാപരമായ വൈരാഗ്യമില്ല, ഏതെങ്കിലും സംഘത്തോടോ കൂട്ടത്തോടോ നമുക്ക് വൈരാഗ്യമില്ല. സർവശക്തനായ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് ഈ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും തൗഹീദിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശിർക്കിനെതിരെ ശക്തമായി പറയുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് നമ്മൾ. മനുഷ്യബന്ധം നിലനിർത്തിക്കൊണ്ടു തന്നെ, സാമൂഹ്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ, കുടുംബ ബന്ധം ചേർത്തിക്കൊണ്ട് തന്നെ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ തൗഹീദ് കിട്ടി എന്നതാണ് ഈ പള്ളിയിൽ വന്ന നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ ആദ്യത്തെ ലൈന് പറയാനുള്ള കാരണം. ക്യാഷ് കൊടുത്താൽ കിട്ടൂല, പണം കൊടുത്താൽ കിട്ടൂല, അധികാരത്തിന്റെ വലിയ കസേരയിലോ അധികാരത്തിന്റെ വലിയ പദവിയിലോ കയറിയിരുന്നത് കൊണ്ട് തൗഹീദ് കിട്ടണമെന്നില്ല. നേതാവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും സംരക്ഷിച്ച അബൂ ത്വാലിബിന് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. അബൂ ത്വാലിബിന് കൊടുക്കാത്ത ഹിദായത്തിന്റെ തൗഹീദിന്റെ വെളിച്ചം ദ്വീപിലെ ഈ പള്ളിയിൽ വന്നവരെ നമുക്ക് തരാൻ മാത്രം നമ്മുടെ കയ്യിൽ എന്ത് ക്വാളിറ്റിയാണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്? അല്ലാഹ് കനിഞ്ഞു നൽകി എന്നതല്ലാതെ എന്റെ കഴിവുകൊണ്ട് റബ്ബ് എനിക്ക് തന്നതാണ് എന്ന് അവകാശപ്പെടാൻ നമുക്ക് എന്താ ഉള്ളത് നമ്മുടെ കയ്യിൽ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബിന് അല്ലാഹ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, മരണത്തോട് മല്ലടിക്കുന്ന സമയം പോലും നമ്മുടെ നേതാവായ തങ്ങളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. അബൂ ത്വാലിബ് എന്താ പറഞ്ഞത്? അബൂ ത്വാലിബ് ഇങ്ങനെ നോക്കൂ, അവരുടെ നേതാക്കന്മാരുടെ മുഖത്തേക്ക് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ ഉപ്പാന്റെ സഹോദര, ഒന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അള്ളാന്റെ കോടതിയിൽ അവസാന നിമിഷമെങ്കിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ച നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് എനിക്കൊന്ന് പറഞ്ഞു നോക്കാമല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനോട് പറഞ്ഞു. കൂട്ടരെ, എന്നിട്ട് അബൂ ത്വാലിബ് കൊടുത്ത മറുപടി എന്താ അറിയോ? എന്താ മറുപടി കൊടുത്തത്? അന ഫീ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പാതയിലാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ്.
എന്ന് പറഞ്ഞിട്ടാണ് ആര് മരിക്കുന്നത്? ആര് മരിക്കുന്നത്? അബൂ ത്വാലിബ് മരിക്കുന്നത്. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ ബാപ്പാന്റെ വല്ലിപ്പാന്റെ അങ്ങനെയുള്ള ആളുകൾ പറയാം, ഞാൻ ബാപ്പാന്റെ പാതയിലാണ്, ഞാൻ വല്ലിപ്പാന്റെ പാതയിലാണ്. അതേ വർത്തമാനം പറഞ്ഞിട്ടാണ് അബൂ ത്വാലിബ് ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്. ഈ അബൂ ത്വാലിബിനാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. തീ കൊണ്ടുള്ള രണ്ട് ചെരുപ്പിനെ പോലെയുള്ള രണ്ട് കാര്യങ്ങളിൽ അബൂ ത്വാലിബിന്റെ അതിൽ കയറ്റി നിർത്തുമ്പോൾ, അതിൽ കയറി നിൽക്കുമ്പോൾ, അത് അണിയേണ്ടി വരുമ്പോ, നമ്മളിവിടെ ഒരു സ്വിച്ച് അങ്ങോട്ട് അമർത്തിയാൽ ഈ ലൈറ്റ് കത്തി എന്നതുപോലെ അബൂ ത്വാലിബ് അത് കാലിൽ അണിയുന്ന അതേ സമയം അബൂ ത്വാലിബിന്റെ തലച്ചോറ് തിളച്ചു മറയും എന്നാണ് എനിക്കും നിങ്ങൾക്കും ആ സംഭവത്തിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. അള്ളാഹു നമ്മെ നരകാഗ്നിയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ തങ്ങളായ റസൂലുള്ളാഹിനോട് എത്ര അടുപ്പമുണ്ട് ഈ അബൂ ത്വാലിബിന്, എന്നിട്ട് അല്ലാഹ് അബൂ ത്വാലിബിന് ഹിദായത്ത് കൊടുത്തില്ല. നമുക്ക് റബ്ബ് തന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചം തന്നു. ഈ ആദർശത്തിന്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതിന്റെ വ്യക്തത നമുക്ക് അല്ലാഹു കരിഞ്ഞു നൽകി. അൽഹംദുലില്ലാഹ് സുമ്മൽ ഹംദുലില്ലാഹ്. അല്ലാഹുവേ, നിന്നെ എത്ര സ്തുതിച്ചാലും, നിന്നെ എത്ര വാഴ്ത്തിയാലും, നിന്നെ എത്ര പുകഴ്ത്തിയാലും റബ്ബേ മതിയാവുകയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മനസ്സുകൊണ്ട് പറഞ്ഞോളി, സുബ്ഹാനല്ലാഹിൽ അസീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. سبحان الله، الحمد لله، الله أكبر، لا إله إلا الله. എത്ര റബ്ബിനെ വാഴ്ത്തി പറഞ്ഞാലും, എത്ര റബ്ബിനെ സ്തുതിച്ചാലും, എത്ര പ്രകീർത്തിച്ചാലും, സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചാലും മതിയാവുകയില്ല. കാരണം റബ്ബ് നമുക്ക് നൽകിയത് ലോകത്ത് കോടികൾ 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 മുടക്കിയാലും കിട്ടാത്ത മഹാഭാഗ്യമായ തൗഹീദാണ്. അവിടെ ലക്ഷദ്വീപിലെ മനുഷ്യരെ, സഹോദരിമാരെ കളിയാക്കാൻ ആളുകൾ ഉണ്ടാവും. സാരമില്ല, ക്ഷമിച്ചോളൂ. കുത്തിപ്പറയാൻ ആളുണ്ടാകും. സാരമില്ല, ക്ഷമിച്ചോളൂ. നിങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞാൽ മുഖം തിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. നമ്മൾ പിഴച്ചു എന്ന് അവർ ആത്മാർത്ഥമായി വിചാരിച്ചിട്ടാണ്, മറ്റൊന്നുമല്ല. നമ്മൾ പിഴച്ചു. ഒരു 1000-ഓ 10,000-ഓ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപിൽ ഇതാ വിരലിലെണ്ണാവുന്ന ആളുകളിലൂടെ തുടങ്ങി വെച്ച ഒരു പിഴച്ച വാദത്തിലാണ് ഇവർ ഉള്ളത് എന്ന നിലക്കാണ് നമ്മളോട് ആ മുഖം തിരിക്കൽ. അതല്ലാതെ നമ്മളോട് വ്യക്തിപരമായി സത്യത്തിൽ അവർക്ക് വെറുപ്പില്ല. പിന്നെ നമ്മൾ പിഴച്ച റൂട്ടിലാണ് എന്ന തോന്നലാണ്. സത്യല്ലേ? ആണ്. അവര് കേട്ടത് അങ്ങനെയാണ്. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർക്കറിയാം നമ്മൾ ഈ സമൂഹത്തെ ചതിക്കുകയാണ് എന്ന്. സാധാരണക്കാരായ ആളുകൾക്കറിയില്ല. അവർ വിചാരിക്കുന്നത് വളരെ നല്ല രൂപത്തിൽ ദീന് പുലർത്തിപ്പോന്ന നമുക്കിടയിൽ ഇതാ പുതിയ ആദർശവുമായി ആശയങ്ങളുമായി ആളുകൾ വന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് ഇവർ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ളവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരെ പോലും സാധാരണക്കാരിൽ സാധാരണക്കാരായി കാണുന്നവരാണ് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തെറ്റുധരിച്ചിട്ടുള്ള അവരുടെ ആദർശപരമായ വികാരമാണ് അവരെ കാണിക്കുന്നത്. അള്ളാഹു അവർക്കും സത്യം മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർ കാണിച്ച ഈർഷ്യതക്ക്, അള്ളാഹു അവർ കാണിച്ച ദേഷ്യങ്ങൾക്ക് അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്ത് സത്യത്തിലേക്ക് നടന്നു വരാനുള്ള എല്ലാവിധ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണം. പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് പബ്ലിക് സ്പീച്ചിൽ പറയാം. നമ്മൾ നമ്മളെ കുറിച്ച്, നമ്മുടെ ആദർശത്തെ കുറിച്ച് എനിക്കറിയണം. ഒന്ന്, നമ്മൾ കറക്റ്റ് റൂട്ടിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. നമ്മൾ കറക്റ്റ് റൂട്ടിലാണ്. തൗഹീദിന്റെ റൂട്ടിൽ നമ്മൾ ശരിയായ റൂട്ടിലാണ് പോകുന്നത്. നമ്മുടെ ബുദ്ധി ഒരാളുടെ മുമ്പിലും നമ്മൾ പണയം വെച്ചിട്ടില്ല. വായിക്കാൻ അറിയുന്നവർ, എഴുതാൻ അറിയുന്നവർ, കേൾക്കാൻ പറ്റുന്നവർ, കേട്ട് വകതിരിച്ച് വിഭച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ, അവരാണ് നമ്മൾ. ജന്മന അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചവർ, അതൊന്നും ഇല്ല. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ കുറ്റക്കാരായി മാറൂല. ഒരാൾ ജന്മന ബുദ്ധി തകരാറുള്ള ആളാ, അയാളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തത് പ്രശ്നമില്ല.
നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്. ഇനി നമ്മൾ തൗഹീദി ആദർശത്തിന്റെ പ്രവർത്തന രംഗത്താണ്. മുസ്ലിം സംഘങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് സംഘങ്ങളുണ്ട്. സമസ്തയിൽ തന്നെ കുറെ ടീമുകളുണ്ട്. സലഫികൾക്കിടയിൽ തന്നെ കുറെ ടീമുകളുണ്ട്. അപ്പൊ നമ്മളെ മനസ്സെന്താ പറയാന്നറിയോ? കുറെ ടീമുണ്ട് എല്ലാറ്റിലും. ഞാൻ അങ്ങനെ ഒന്നിലേക്കും സജീവമായി സക്രിയമായി പ്രവർത്തിക്കാനില്ല. എനിക്ക് മടുപ്പാണ്. കൂട്ടരെ എന്താ പ്രശ്നം? എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കേട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് 1 മണിക്കൂർ ഇരുന്ന് കേട്ട് അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസം. എന്നാ നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? എല്ലാരും ബൈക്കുണ്ട്, അതുകൊണ്ട് അവൻ പറയുന്നു ഇന്ന സ്കൂട്ടറാണ് നല്ലത്, അയാള് പറയുന്നു ഇന്ന കമ്പനി ബൈക്കാണ് നല്ലത്, അയാള് പറയുന്നു ഇന്ന ബൈക്ക് നല്ലത്. അപ്പൊ ഇയാള് പൈസയുണ്ട്, ബൈക്ക് ആവശ്യക്കാരനാണ്. എല്ലാരും പല അഭിപ്രായം പറയാനോട് ഞാൻ ബൈക്കേ വാങ്ങുന്നില്ല. തീരുമാനിക്കലുണ്ടോ? ഇല്ല. നമ്മൾ അന്വേഷിക്കും, പഠിക്കും, എന്നിട്ട് ഏതാ നല്ല കമ്പനി നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സ്വീകരിക്കും. കാറിന്റെ വിഷയത്തിൽ എങ്ങനെയാണ്? ഇവിടെ കുറെ 100 മീറ്ററിൽ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു സോപ്പ്, ഒരു 50 രൂപന്റെ 40 രൂപന്റെ സോപ്പ് വാങ്ങുമ്പോ, ഈ പള്ളിയിൽ ഇരിക്കുന്ന ആണും പെണ്ണും ശരിക്കും ചിന്തിച്ചോളിട്ടോ, ഒരു സോപ്പ് വാങ്ങുമ്പോൾ വരെ ആ കടയിൽ പോയിട്ട് ഒരു സോപ്പ് ഉണ്ടാ എന്ന് പറയും. നമ്മൾ എന്നും വാങ്ങുന്ന ആളാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന സോപ്പ് അയാൾക്ക് അറിയും, അയാൾ എടുത്തു തരും. ഇല്ലെങ്കിൽ കടക്കാരൻ ചോദിക്കും ഏത് സോപ്പാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നോ എന്ന് പറയൽ കുറവാ. നമ്മൾ ഉപയോഗിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒരു സോപ്പ് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഒരു സോപ്പിന്റെ വിഷയത്തിൽ വരെ നമ്മൾ സെലക്ഷൻ നടത്താറുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കടയിൽ പോയിട്ട് ഒരു ഷർട്ട് ഉണ്ടാ, അയാള് പാക്കറ്റാക്കി ആ പാക്കറ്റ് പൊളിച്ചു നോക്കാതെ തുറന്നു നോക്കാതെ വാങ്ങി പോന്നതല്ല. പിന്നെ ആ ഡ്രസ്സ് പിടിച്ചു നോക്കും, ഒന്ന് വെച്ച് നോക്കും, ചിലപ്പോ അണിഞ്ഞു നോക്കും. ആ ഡ്രസ്സിംഗ് റൂം ഉണ്ടെങ്കിൽ അതിൽ കയറി ഒന്ന് ശരീരത്തിൽ അണിഞ്ഞു നോക്കും. എന്നിട്ട് നമുക്ക് യോജിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കും. ഇനി നീട്ടി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പരലോകത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമില്ല. ഇതെല്ലാം കൂടി കേട്ടിട്ട് ആകെ തല എന്തോ പുകയുന്നത് പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പഠിക്കാനില്ല എന്ന് ഒരു മുസ്ലിമിന് തീരുമാനിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ട് ഏറുകൊണ്ട് ചീത്ത വാക്കുകൾ കേട്ട് പ്രസംഗിക്കുമ്പോ കല്ല് വന്ന് വായിലടിച്ചിട്ട് പല്ല് തെറിച്ചു പോയ സയ്യിദ് മൗലവി രംഗത്താണിയെ പോലെയുള്ളവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രം. സയ്യിദ് മൗലവി രംഗത്താണി പ്രസംഗിക്കുമ്പോ കരിങ്കല്ലിന്റെ കഷ്ടപ്പെടുത്തെറിഞ്ഞ് പല്ല് താഴെ വീണു. സയ്യിദ് മൗലവി രംഗത്താണി രാഷ്ട്രീയത്തിൽ നല്ല ഇടപെടുന്ന ആളാണ്. അന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരികളുടെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഒരാൾ ഈ മൗലവിയുടെ സുഹൃത്ത. മൗലവി വന്ന് കണ്ടിട്ട് പറഞ്ഞു, ആരാണ് ആക്രമിച്ചത്? സയ്യിദ് മൗലവി രംഗത്താണി പറഞ്ഞു, ആക്രമിച്ചവർക്ക് എനിക്കറിയാം, എന്നെ എറിഞ്ഞവരെ എനിക്കറിയാം, പക്ഷേ ഒരു നടപടിയും വേണ്ട, ഒരു നടപടിയും വേണ്ട. പകരം നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ മതി, പകരം ഒരു ഉപകാരം എനിക്ക് ചെയ്തു തന്നാൽ മതി. എന്താ ഉപകാരം? എന്നെ എറിഞ്ഞ് എന്റെ പരിപാടി അവിടെ നടക്കാൻ സമ്മതിക്കാതെ ഈ പരിപാടിയെ നശിപ്പിച്ച് കളഞ്ഞ അതേ മണ്ണിൽ, അതേ നാട്ടിൽ 3 ദിവസം എനിക്ക് തൗഹീദ് പറയാനുള്ള പെർമിഷൻ വാങ്ങി തന്നാൽ മതി. അതിന് പോലീസിന്റെ പ്രൊട്ടക്ഷനും വേണം. എനിക്ക് പറയാനുള്ള, അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ള, റബ്ബിന്റെ വഹ്ദാനിയത്ത് പറയാനുള്ള, ഈ തൗഹീദ് കിട്ടിയില്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ നട്ടത്തിലാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ, ശിർക്കിൽ അകപ്പെട്ടു പോയാൽ ആ അഗാധഗർത്തമുള്ള നരകത്തിലാണ് മുസ്ലിം ഉമ്മത്തെ നമ്മൾ ചെന്നുപെടുക എന്ന് പറയാൻ, ഖബറിൽ ഒറ്റക്കാണ് എന്ന് പറയാൻ എനിക്ക് 3 ദിവസം പെർമിഷൻ വാങ്ങി തന്നാൽ എനിക്കൊരു പ്രശ്നമില്ല, അത് മതി. അങ്ങനെ ആ പെർമിഷൻ വാങ്ങി എറിഞ്ഞവരെ, ഉപദ്രവിച്ചവരെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ നാട്ടിൽ തൗഹീദ് പ്രസംഗിച്ച സയ്യിദ് മൗലവി രംഗത്താണി എന്തിനാ ഇത്ര ത്യാഗം സഹിച്ചത്? എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടത്? ആരുല്ല സഹായിക്കാൻ, ആരുല്ല. ഏത് കവലയിലും ഏതങ്ങാടിയിൽ സൈക്കിളിൽ വന്ന് ഒരു കോളാമ്പി എടുത്ത് ഒരു പീഡികത്തിണ്ണയിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ സംസാരിക്കാൻ പറ്റൂല, ഇവിടെ പ്രസംഗിക്കാൻ പറ്റൂല. അപ്പുറത്തെ പീഡികത്തിണ്ണയിൽ കയറും പറയും ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല. ചെറിയൊരു കവലയിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ആളുകൾ എതിർക്കും. എല്ലാ സ്ഥലത്തും അപരിചിതനെ പോലെ
ആട്ടിയോടിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടും കിട്ടുന്ന 5 മിനിറ്റ്, കിട്ടുന്ന 10 മിനിറ്റ് മനുഷ്യരെ വരൂ വരൂ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി തിരുസുന്നത്തിന്റെ വചനാമൃതങ്ങൾ അവരെ കേൾപ്പിച്ച് എന്തിനാ ത്യാഗം സഹിച്ചത് പ്രിയപ്പെട്ടവരെ? ഈ ആദർശം സമൂഹത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് ഇത് സുഖമായി കിട്ടിയവരാണ് നമ്മൾ. ഏറുകൊണ്ടിട്ടില്ല നമ്മളാരും, ചീത്തവിളി വല്ലാതെ കേട്ടിട്ടില്ല നമ്മളാരും, പ്രയാസങ്ങളേറെ ഏറ്റുവാങ്ങിയിട്ടില്ല നമ്മളാരും. ഉണ്ടോ? സ്വഹാബത്തിന്റെയും സ്വഹാബ വനിതകളുടെയും ചരിത്രം പറയുന്നത് പോലെ, കഥ പറയുന്നത് പോലെ, ഈത്തപ്പനമരത്തിൽ സുമയ്യ റളിയല്ലാഹു അൻഹയെ ഇങ്ങനെ കൈ ബാക്കിലേക്കാക്കി കെട്ടി നിർത്തി ചുട്ടുപടുത്ത കമ്പി കൊണ്ടുവന്ന് നാഭിയിലൂടെ കുത്തിക്കയറ്റി. ഇവിടെ സ്വഹാബ വനിതകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ചരിത്രങ്ങൾ കേൾക്കാം അല്ലേ? ആ കമ്പി ശരീരത്തിലൂടെ തുളച്ചു കയറി എല്ലുകളെ വകഞ്ഞു മാറ്റി, കുടൽമാലകളെ വെന്തുരുക്കി, മാംസം ഉരുകി ഒലിച്ച് ആ കമ്പി മറുഭാഗത്ത് വന്നപ്പോഴും അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സ്വഹാബ വനിതകളെ പോലെ ഇവിടെ വിഷയം വരുന്നുണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു ത്യാഗം ലക്ഷദ്വീപിലെ അഗത്തിയിലെ മനുഷ്യരോട് ഞാൻ ചോദിക്കുക, ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പോകുമ്പോ ഒരു മുട്ടസൂചി നമ്മളെ കോളർ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നീയാണോടോ ഇവിടുത്തെ സെലഫി പ്രസ്ഥാനത്തിന്റെ ആളെന്ന് ചോദിച്ച് കണ്ണിന് നേരെ ചൂണ്ടിയാൽ നമ്മൾ പറയാ അങ്ങനെ ഞാൻ എന്റെ ആളായിട്ട് പോയതൊന്നുമല്ല, പള്ളി പേതും കേറാലോ, അങ്ങനെ ഒന്ന് കേറിയതാണ് എന്ന് പറയാനുള്ള ഈമാനെ ചിലപ്പോ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. കൊടുവാളും കത്തിയും കോടാലും ഒന്നും എടുത്തിട്ടില്ല, ഒരു സൂചി നമ്മുടെ കണ്ണിന് നേരെ ചൂണ്ടിയാൽ. ത്യാഗത്തിന്റെ കഥ നമുക്ക് പറയണ്ടോ? ഉണ്ടോ? മുൻഗാമികളുടെ ചരിത്രം നമ്മൾ എന്തിനാണ് ഈ വായിക്കുന്നത്? അതുകൊണ്ട് ഒരുപാട് പ്രയാസം സഹിച്ച മുൻഗാമികളെ ഓർക്കുക. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. സ്വഹാബികളെ ഓർക്കുക, സ്വഹാബ വനിതകളെ ഓർക്കുക, നമ്മുടെ മുൻഗാമികളായ ആളുകളെ ഓർക്കുക, കേരളക്കരയിലെ പണ്ഡിതന്മാരെ ഓർക്കുക. തീപ്പെട്ടിക്കൊള്ളി ഉരസി 2 കൈയിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് രാത്രി കൂരാക്കൂരിരുട്ടിൽ പ്രസംഗം കഴിഞ്ഞ് മടങ്ങുന്ന ഉമർ മൗലവി. അദ്ദേഹം പറയാണ്, ഒരു ലോറി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പിലുള്ളതാ, ഞാൻ കൈയാട്ടി. അങ്ങനെ ഞാൻ ആ തീപ്പെട്ടി എന്റെ പോക്കറ്റിലിട്ട് ആ ലോറിയിലേക്ക് ഞാൻ വലിഞ്ഞു കയറി ഇരുന്ന് വണ്ടി മുന്നോട്ട് പോവാൻ തുടങ്ങി. ഈ ഡ്രൈവർ ചോദിച്ചു എന്നോട്, നിങ്ങൾ ആരാണ്? ഞാൻ ഉമർ പരിചയപ്പെടുത്തി. നിങ്ങളാണ് ആ ഉമർ മൗലവി എന്ന് പറയുന്ന ആള്? അതെ ഞാനാ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാനൊരു പ്രസംഗം കഴിഞ്ഞിട്ട് വരിക. നിങ്ങൾ എനിക്കിഷ്ടല്ല, ഇറങ്ങിക്കോ. ഇറങ്ങി, ഞാൻ ലോറിയിൽ നിന്ന് ഇറങ്ങി. വീണ്ടും എന്റെ കയ്യിലുള്ള തീപ്പെട്ടിക്കൊള്ളി ഉരസി ഞാൻ വെച്ച് നടന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ വീട്ടിലെത്തി. അല്പം നിസ്കാരം കഴിഞ്ഞ് അല്പം വിശ്രമിച്ച് അടുത്ത ദഅവത്തെത്തിക്കാനുള്ള സ്ഥലത്തേക്ക് 2-3 തീപ്പെട്ടിയും എന്റെ പോക്കറ്റിലിട്ട് നടക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? രാത്രി തിരിച്ചു വരാൻ. ഇങ്ങനെ ത്യാഗം സഹിച്ച പണ്ഡിതന്മാരെ നമ്മൾ ഓർക്കുന്നത് എന്തിനറിയോ? എത്ര വലിയ സുവർണാവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഈ ആദർശം കിട്ടിയതിന് നന്ദി കാണിക്കണം അള്ളാഹുവിനോട്. അൽഹംദുലില്ലാ, അള്ളാഹുവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ വേഗം പറയട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സംസാരം കുറെ നീട്ടാതെ, എന്നിട്ട് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അർഷദ് അൽ ഹക്കമിയുടെ സംസാരം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് ഈ ആദർശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മർമ്മമാണ് തൗഹീദ്. അത് നമുക്ക് മനസ്സിലാകണം. കാര്യകാരണ ബന്ധം, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്നൊക്കെ പറയുമ്പോ ആ മലയാള പദം കേട്ടിട്ട് എന്താണെന്നറിയില്ല, എല്ലാ പ്രസംഗത്തിലും ഇങ്ങനെ കേൾക്കാം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഇപ്പുറം എന്നൊക്കെ ഇതിങ്ങനെ കേൾക്കാം. നമ്മളെ മരിച്ചുപോയ പണ്ഡിതന്മാരായ കുഞ്ഞീദ് മദനിയെ പോലെയുള്ള ആളുകൾ പുസ്തകം എഴുതിയപ്പോ പറഞ്ഞു, മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹം എഴുതിയതാട്ടോ. കുഞ്ഞീദ് മൗലവിയുടെ പുസ്തകത്തിൽ കാണാം ഒരു കിണറ്. നിങ്ങൾ ആ കിണർ ചുറ്റും കെട്ടുന്നതിന് എന്താ പറയാ? ആൾമറ എന്ന് പറയോ? സംഭവം മനസ്സിലായില്ലേ? കിണറ് ചുറ്റും കെട്ടിയിട്ട് കല്ലുകൊണ്ട് കെട്ടി കുട്ടികളും ആളുകളും അതിലേക്ക് വീണു പോകാതിരിക്കാൻ ഒരു കെട്ട് കെട്ടൂലേ മേലെ? എന്താ പറയാ? എന്തായാലും സംഭവം മനസ്സിലായി. അതില്ലാത്തൊരു കിണർ, അങ്ങനെ കെട്ടിയിട്ടില്ലാത്ത ഒരു കിണർ. ആ കിണറ് ആ വീട്ടിന്റെ മുറ്റത്തുണ്ട്. ഒരു കുഞ്ഞിത് മദനി പറയാ, ഒരു കുട്ടി കാൽമുട്ട് കുത്തി പതുക്കെ നിരങ്ങിയും നീങ്ങിയും മുന്നോട്ട് പോകുന്ന ഒരു കുട്ടി ഈ കിണറിന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിണറിന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങുകയാണ്.
പെട്ടെന്ന് വല്യമ്മ ജനൽ വഴി കുട്ടി കിണറിന്റെ അടുത്ത് എത്താനായത് കണ്ടു. ഉമ്മ കണ്ടു, വല്യമ്മ കണ്ടു. കിണറിന്റെ അപ്പുറത്ത് കുഞ്ഞീത് മദനി പറയാ, ഇവിടെയാണ് കിണറെങ്കിൽ കിണറിന്റെ അപ്പുറത്ത് അയൽവാസിയായ മുഹമ്മദ് നിൽക്കുന്നുണ്ട്, അയൽവാസിയായ അഹമ്മദ് നിൽക്കുന്നുണ്ട്. അയാൾ ശ്രദ്ധിച്ചിട്ടില്ല കുട്ടി വരുന്നത്. ഈ ജനലിന്റെ ഉള്ളിലൂടെ ഉമ്മ ഈ കുഞ്ഞ് കിണറിന്റെ അടുത്തേക്ക് എത്താനായി എന്ന് കണ്ടപ്പോ പെട്ടെന്ന് വിളിച്ചു, അഹമ്മദേ എന്റെ കുട്ടിയെ രക്ഷിക്കടാ, മുഹമ്മദേ എന്റെ കുട്ടിയെ പിടിക്കടാ, എന്റെ കുട്ടിയെ ഒന്ന് രക്ഷിക്കടാ എന്ന് ഈ ഉമ്മ, ജനല് വഴി കണ്ട ഉമ്മ വേഗം വിളിച്ചു പറഞ്ഞപ്പോ മുഹമ്മദ് ആ വിളി കേട്ടു. എന്നിട്ട് തിരിയാൻ സമയം കിട്ടി, ഈ കുട്ടിയെ പിടിക്കാൻ നേരം കിട്ടി. അങ്ങനെ ആ കുട്ടിയെ തടഞ്ഞു നിർത്തി. ഇതൊക്കെ അല്ലാഹുവിന്റെ നിമിത്തമാണ്. ഇതൊരു ഭൗതികമായ ഇടപെടലാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള ഇടപെടലാണ്. എന്നാൽ ആ ഉമ്മ ഇത് കണ്ട ഉടനെ അല്ലാഹുവേ എന്റെ കുട്ടിയെ രക്ഷിക്കണേ, മുഹമ്മദ് ഇടപെട്ടതുപോലെ അള്ളാഹ് അങ്ങോട്ട് വന്ന് ഈ കുട്ടിയെ പിടിച്ച് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുമെന്നാണോ ഉമ്മാന്റെ വിശ്വാസം? അല്ല, അള്ളാഹുവിന് ഏതു നിലക്കും ആ കുട്ടിയെ രക്ഷപ്പെടുത്താം. ഇനി മുന്നോട്ട് നീങ്ങാതെ കുട്ടിയെ അവിടെ സ്റ്റക്കാക്കി നിർത്താൻ ആർക്ക് കഴിയും? അള്ളാഹ്ക്ക് കഴിയും. അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള തേട്ടമാണ്. അതേ വിളിയാണ്, ഉദ്ദേശമാണ്. മുയ്ദി ശൈഖേ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് ഉമ്മ വിളിച്ചു പറയുമ്പോ മുയ്ദി ശൈഖ് കിണറിന്റെ അടുത്തില്ല, ജീവിച്ചിരിക്കണില്ല. ആ ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ എത്രയോ കാലം മുമ്പ് മറമാടപ്പെട്ട വ്യക്തിത്വമാണ്. പക്ഷെ എന്തിനാ ഉമ്മ വിളിച്ചത്? അള്ളാനെ വിളിക്കുന്നത് പോലെ ഏത് നിലക്കും മൊയ്ദി ശൈഖിന് ഇടപെടാം, എന്നിട്ട് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താം എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഉമ്മ വിളിക്കുന്നത്. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള വിളി. അത് ശിർക്കാണ്. അത് ആരോട് മാത്രമേ പറ്റൂ? അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. ഇത് പഠിക്കാൻ കുറെ വലിയ യുക്തി, IAS IPS ഒന്നും വേണ്ട, ഏത് സാധാരണക്കാർക്കും മനസ്സിലാവും. നമ്മളെ നാട്ടിൽ ഉസ്താദന്മാര് ചോദിക്കൽ എന്താ അറിയോ? ഇപ്പൊ ഒരു കുട്ടിനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടായ ഡോക്ടറെ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയലില്ലേ? അപ്പൊ പിന്നെ എന്താ നമ്മള് മമ്പർത്ത തങ്ങളെ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാല്, ബദരീങ്ങളെ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഡോക്ടറോട് ഡോക്ടറെ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയില്ല. രണ്ട് സംസാരവും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ട് വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡോക്ടറെ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സംസാരം. എന്താ കാരണം? ഡോക്ടറെ പെട്ടെന്ന് എന്റെ കുട്ടിയെ പരിശോധിക്കണം, വേണ്ട ട്രീറ്റ്മെന്റുകൾ ചെയ്യണം, അതിന് എന്തെങ്കിലും പരിശോധനകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തണം, വൈകിപ്പിക്കരുത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മമ്പർത്ത് തങ്ങളെ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴോ ഇതൊന്നുമല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിനോട് പറയുന്നത് പോലെയുള്ള പറച്ചിലാണ് ആ നടക്കുന്നത്. ഞാൻ വിശദീകരിക്കണില്ല. ഇത് കുഞ്ഞീത് മദനി അദ്ദേഹത്തിന്റെ കൊച്ചു കൃതിയിൽ ഇത് രേഖപ്പെടുത്തുന്നത്. അന്നത്തെ ആളുകൾക്ക് ഇത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്തത് കൊണ്ട് ഉദാഹരണം വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ അള്ളാഹു ഒഴിച്ച് ബാക്കി എല്ലാ സൃഷ്ടിജാലങ്ങളും ഭൗതിക സൃഷ്ടികളാണ്. അവർക്കൊക്കെ അള്ളാഹു അവരുടേതായ ചില കഴിവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാരാകട്ടെ, മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, ആരുമാരും നിൽക്കട്ടെ, അല്ലാഹു തആല അഭൗതികമായ നിലക്ക് നമ്മെ സഹായിക്കുന്ന ഏക ശക്തിയാണ് അല്ലാഹു. അഭൗതികമായ നിലക്ക് ഏത് സമയത്തും, ഏത് രാത്രിയിലും, ഏത് പാതിരാത്രിയിലും, ഏത് ഭാഷയിലും, ഏത് സ്ഥലത്ത് വെച്ചും, ഏത് സമയത്തും നമുക്ക് റബ്ബിനോട് പറയാം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂലാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിൽക്കട്ടെ, ഞാൻ ഈ തൗഹീദിന്റെ വശം വിശദീകരിക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ മഹാഭാഗ്യം തൗഹീദിന്റെ രംഗത്ത് കിട്ടിയ നമ്മൾ, പ്രിയപ്പെട്ടവരെ, തെറ്റായ റൂട്ടിലേക്ക് കടന്നു പോയാൽ അല്ലാഹു തആലയുടെ കലാമിനെതിരാണ്, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജിനെതിരാണ്, സഹാബത്ത് കൈമാറി വന്ന മൻഹജിനെതിരാണ്. അല്ലേ? എനിക്കും നിങ്ങൾക്കും നാളെ രക്ഷ കിട്ടാൻ പറ്റാത്ത വിധത്തിൽ അപകടകരമായ നരകാഗ്നിയിൽ നമ്മൾ ചെന്നു വീഴും. സർവശക്തനായ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരൊറ്റായത്ത്, സുന്നത്താവട്ടെ, തൗഹീദാകട്ടെ, ഇസ്ലാമിന്റെ മൻഹജാകട്ടെ, എല്ലാ സ്ഥലത്തും നമുക്ക് ഓതാൻ പറ്റുന്ന ഒരു വചനം മാത്രം ഞാൻ ആ സന്ദർഭത്തിൽ പറയാം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു റൂട്ട് ഉണ്ട്, ദീനിന്റെ റൂട്ട്.
സ്വഹാബത്തിന് കൈമാറി, അടുത്ത തലമുറക്ക് കൈമാറി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ റൂട്ടിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയാൽ പിന്നെ അള്ളാഹ് നമ്മളെ ചെയ്യുന്ന പണി എന്തായിരിക്കും അറിയോ? നിങ്ങൾ എങ്ങോട്ടാ തിരിഞ്ഞത്, അവരെങ്ങോട്ടാ തിരിഞ്ഞത്, ആ റൂട്ടിലേക്ക് അള്ളാഹു അങ്ങോട്ട് തിരിക്കും. നരകത്തിന്റെ വിറക് കൊള്ളികളാക്കി, നരകത്തിൽ കിടന്ന് എരിയേണ്ടി വരുന്ന ഒരവസ്ഥയുള്ളവരാക്കി അള്ളാഹു ആ ടീമിനെ മാറ്റും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പോവേണ്ടി വന്നാൽ എത്ര മോശമായ സങ്കേതമായിരിക്കും അത്. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ ഖുർആനിന്റെ സംസാരമാണ്. ഇവിടെ ഈ ദ്വീപിലെ മനുഷ്യരോട് എനിക്ക് പറയുമ്പോ, ഞാൻ ഇത് സംസാരിക്കുമ്പോ, നമ്മൾ സത്യത്തിൽ ഇവിടെ ഒറ്റപ്പെട്ടവരാണ്, അപരിചിതരെ പോലെ തന്നെയാണ് നമ്മൾ. ഇസ്ലാം എങ്ങനെ തുടങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ബദഅൽ ഇസ്ലാമു ഗരീബ. ഇസ്ലാം ആരംഭിച്ചത് ഒരു അപരിചിതത്തിൽ നിന്നാണ്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയപ്പോ കേൾക്കാൻ ആളുണ്ടോ? ആളുകൾ വിരലെടുത്തിട്ട് ചെവിയിലിടുക ചെയ്തത്. ആളുകൾ വിരലെടുത്തിട്ട് ചെവിയിലിട്ടു. രാവും പറഞ്ഞു, പകലും പറഞ്ഞു, ജോലി സ്ഥലത്ത് എന്ന് പറഞ്ഞു, അവരെ വീട്ടിൽ കയറി പറഞ്ഞു, ഡോർ ടു ഡോർ നടത്തി നോക്കി, അവരുടെ ജോലി സ്ഥലങ്ങളിൽ ചെന്ന് പറഞ്ഞു നോക്കി. പറയുന്തോറും ആളുകൾ കെട്ടിപ്പിടിക്കല്ല ചെയ്തത്, പറയുന്തോറും ആളുകൾ ഇഷ്ടപ്പെടുകയല്ല ചെയ്തത്. അവർ ഓടി അകന്നു, ദൂരെയായി. തൗഹീദ് പറഞ്ഞപ്പോ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലഞ്ചെരുവിലേക്ക് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് തൗഹീദ് പറഞ്ഞപ്പോ കുടുംബത്തിൽപ്പെട്ട ആൾ എണീറ്റെന്ന് പറഞ്ഞെന്താ? എന്താ പറഞ്ഞത്? കുടുംബത്തിൽപ്പെട്ട ആള് അബൂലഹബ് എന്താ പറഞ്ഞത്? തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കൾക്ക് നാശം. കണ്ടോ? ആരാ പറയണത്? കുടുംബത്തിൽപ്പെട്ട ആളാ പറയണത്. തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കൾക്ക് നാശം. ഇത് പറയാനാ താങ്കൾ ഞങ്ങളെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയത് എന്ന ചോദ്യമാണ്. അപ്പോ എവിടെയും നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് പറയുമ്പോ സുഹൃത്തുക്കളെ നല്ല ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഇഷ്ടത്തോടു കൂടി ഇത് സ്വീകരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. എതിർപ്പുണ്ടാവും, നമ്മളെ വെറുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ തെറ്റായ ധാരണയാണ്. അള്ളാഹു അത് തിരുത്തി അള്ളാഹുവിന്റെ ദീന് സത്യസന്ധമായി ഇഷ്ടത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട പണി എന്താ? ഈ ഉറബാക്കൾക്ക് മംഗളമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഗരീബ ഫതുബാ ലിൽ ഗുറബാ. ഈ ചെറിയ സംഘത്തിന് മംഗളം, സ്വാഗതം, വെൽക്കം അല്ലേ? ഉടനെ ചോദിച്ചു, വമൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കൊച്ചു സംഘം, അപരിചിതത്വത്തോടു കൂടി നിൽക്കുന്ന ഈ സംഘം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്. അർത്ഥം എന്താ? ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കുന്നവരാണ് അവർ. തൗഹീദിൽ മായം ചേർത്തവരോട് ചേർക്കല്ലേ എന്ന് പറയുന്നവരാണ്. ദീനിന്റെ ആചാരങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന അനാചാരങ്ങൾ ഉണ്ടാക്കുന്നവരോട് അരുത് എന്ന് പറയുന്നവരാണ്. ഒരുപാട് ബിദ്അത്തുകൾ ദീനിന്റെ പേരിൽ കൂട്ടിക്കെട്ടുന്നവരോട് ചെയ്യരുത് എന്ന് പറയുന്നവരാണ്. വിശ്വാസ രംഗത്ത് നമ്മൾ നിർബന്ധമായി വിശ്വസിക്കേണ്ട പലതിനെയും കൂട്ടരെ അതൊന്നും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരോട് അരുത് എന്ന് പറയുന്നവരാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ മുജാഹിദുകൾ, സലഫികൾ എന്നറിയപ്പെടുന്നവരിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ ഹദീസും സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ല? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉണ്ടോ ഇല്ലേ? പറഞ്ഞോളി. ഇല്ല. നമ്മൾ പബ്ലിക്കിനോട് നമുക്ക് തൗഹീദിന്റെ മർമ്മം പറയാനുണ്ട്, പക്ഷെ അതൊരു ക്യാമ്പാണ്. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പുള്ള ഒരൊറ്റ ഹദീസ്, അത് ഉറപ്പാണ്, സ്വഹീഹാണ്, എല്ലാ നിലക്കും ഇന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഖുർആൻ എങ്ങനെ നമുക്ക് സത്യസന്ധമായി മനസ്സിലാകുന്നവോ അതുപോലെ ഹദീസും മനസ്സിലാക്കാനുള്ള മാനദണ്ഡമുണ്ട്. അത് അല്ലാഹ് വെച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറയുമ്പോൾ ഖുർആനും സുന്നത്തൊക്കെ അല്ലാഹ് സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷിക്കുന്ന അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുള്ള ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, യുക്തി നമുക്കുണ്ട്. പക്ഷേ എന്നിട്ടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം അതുപോലെ വിശ്വസിക്കാൻ മടിയുള്ളവർ, അത് തന്റെ ബുദ്ധിയിലിട്ട് ഒന്ന് അളന്ന് കണക്കാക്കി എനിക്ക് ശരിയാവില്ല എന്ന് പറയുന്നവർ ഉണ്ട്.
ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം, എളുപ്പം മനസ്സിലാകും. വലിയ വലിയ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല, ചെറിയ ചെറിയ കാര്യത്തിലേക്ക് മാത്രം നോക്കുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇദാ കാന ജുൻഹുൽ ലൈലി ഔ അംസൈതു, വൈകുന്നേരമായാൽ, മഗ്രിബിന്റെ സമയമായാൽ, വൈകുന്നേര സമയമായാൽ, ഫകുഫൂ സുബിയാനകും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മഗ്രിബിന്റെ സമയമായാൽ, സൂര്യാസ്തമയ സമയമായാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം. ഇതെന്താ കാരണം പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാരണം ഫഇന്ന ശയാതീന, തീർച്ചയായും പിശാചുക്കൾ, തൻതശിറു ഹീനഇദ്, ആ സമയത്ത് ഇങ്ങനെ വ്യാപിക്കുന്ന സമയമാണ്. പിശാചുക്കൾ ഇരുട്ടിങ്ങനെ മൂടി വരുന്ന അസ്തമയത്തിന്റെ സമയമാകുമ്പോ പിശാചുക്കൾ ഇങ്ങനെ വ്യാപിക്കുന്ന, കൂട്ടം കൂട്ടമായി ഇറങ്ങുന്ന സമയമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇദാ ദഹബ സഅത്തും മിനൽ ലൈലി, രാത്രിയിൽ നിന്ന് കുറച്ചുകൂടി സമയം അങ്ങ് കഴിഞ്ഞാൽ, ഫഖുല്ലൂഹു, നിങ്ങൾ അവരെ പിടിച്ചെക്കണ്ട, അവരെ വിട്ടോളൂ കേട്ടോ. വഅഗ്ലിഖുൽ അബ്വാബ, വാതിലുകൾ നിങ്ങൾ അടക്കണം. അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ വാതിലടക്കണം. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, മഗ്രിബിന്റെ സമയമായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാ എന്ന് ചൊല്ലി വാതിലടക്കുക, കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം, ആ സമയത്ത് നിങ്ങൾ പുറത്തേക്ക് വിടരുത്. എന്നാൽ തന്റെ ബുദ്ധിയിലും യുക്തിയിലൊക്കെ തളർന്നിട്ട് കേരളക്കരയിൽ ചില മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ പണ്ഡിതന്മാർ പറഞ്ഞ എന്താ? അപ്പൊ ആ ചാവിടാനുള്ള ഹോളില്ലേ, ശൈത്താൻ ഇങ്ങനെ രക്തമോടുന്ന സ്ഥലത്തൊക്കെ ഓടുമല്ലോ, പിശാച് രക്തമോടുന്ന സ്ഥലത്തൊക്കെ ഓടുമെന്ന് ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വാതിലടച്ചിട്ട് എന്താ കാര്യം? ചാവി ഇടാനുള്ള ഹോൾ ഉണ്ടല്ലോ, റൂമിന് നിങ്ങൾ എയർ ഹോൾ വെച്ചിട്ടുണ്ടല്ലോ, പലപ്പോഴും വാതിലടക്കുമ്പോഴും ജനലുകൾ തുറന്നിട്ടിട്ടുണ്ടല്ലോ. പിന്നെന്തിനാണ് വാതിലടച്ചിട്ട് ബിസ്മില്ലാ എന്ന് ചൊല്ലി വാതിലടച്ചിട്ട് എന്താ കാര്യം? ഇതാരോടാ ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് പോലെ ദീനീ പ്രമാണങ്ങളോട് ചോദിക്കുകയാണ് ആര്? മുസ്ലിം പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ. ഇതാണ് ഈ യുക്തി തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കുന്ന ആളുകൾ. സുഹൃത്തുക്കളെ, ഇത് ദീനിൽ ഒരിക്കലും അനുവദിച്ചു തരാത്ത കാര്യമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? മഗ്രിബിന്റെ സമയമായാൽ ബിസ്മില്ലാ എന്ന് ചൊല്ലി വാതിലടക്കാൻ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ പരിശോധിക്കാൻ നമുക്ക്, അതിന് പ്രശ്നമില്ല. എന്നിട്ട് അത് സ്വഹീഹാണെന്ന് കണ്ടാൽ ആ പണി ചെയ്യുക എന്നതാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്, ഏത് കാര്യങ്ങളായാലും അങ്ങനെയാണ്. ഇപ്പൊ സംസം വെള്ളം, ഞാനൊരു ക്ലാസ് കേട്ടു കേട്ടോ, ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു മനുഷ്യന്റെ ക്ലാസ് കേട്ടത്. ആ സംസം വെള്ളത്തിന് എന്ത് പ്രത്യേകതയാണ്? ആ സംസം വെള്ളം ഉപയോഗിച്ചിട്ട് ആളുകള് മൂത്രയിച്ചിട്ട് കഴുകാൻ കൊണ്ടുപോയിട്ടില്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ്. അതാണ് ഇപ്പൊ വലിയ 5 ലിറ്ററിന്റെ ക്യാനില് 10 ലിറ്ററിന്റെ ക്യാനില് നിങ്ങൾ ആ ഹറമിലൊക്കെ പോയി, ഉംറയ്ക്കൊക്കെ പോയി, ഹജ്ജിനൊക്കെ പോയി തിരിച്ചു വരുമ്പോ ഇത്ര വലിയ സംഭവമാക്കി 5ഉം 10ഉം ലിറ്ററിന്റെ ക്യാന് വാങ്ങി കൊണ്ടുവരുന്നത് ഇതാണ് എന്ന് ആരോടാ ചോദിക്കുന്നത്? തൗഹീദുള്ളവരോട്. തൗഹീദുള്ളവരോട് ആര് ചോദിക്കുന്നു? ഈ തൗഹീദ് കിട്ടി എന്ന് നാം വിശ്വസിക്കുന്ന ചില പണ്ഡിതന്മാർ ചോദിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു. ഹദീസിൽ അങ്ങനെയാണ് വന്നത്. നിങ്ങൾ സംസം എന്ന് പറയുന്ന വെള്ളം നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ കുടിച്ചത് അതിനു വേണ്ടിയുള്ളതാണത്. നിങ്ങളുടെ നിയ്യത്ത് എന്താണോ അതിന് ശിഫ കിട്ടാനുള്ള ഒരു ശിഫയാണ് സംസം എന്ന് പറഞ്ഞതാരാ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ഒരു സ്വഹീഹായ ഹദീസ് ഉണ്ട്, ഒന്നല്ല ധാരാളം ഹദീസുകളുണ്ട്. അങ്ങനെ സ്വഹീഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളത്തിന് പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നമ്മൾ അതാരെങ്കിലും കൊണ്ടുപോയിട്ട് മൂത്രയിച്ചിട്ടുണ്ടോ? മൂത്രയിച്ച സമയത്ത് കഴുകി വൃത്തിയാക്കാൻ ആ ഒരു കപ്പ് വെള്ളം എടുത്ത് പോയിട്ടുണ്ടോ? അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? അള്ളാഹുവിന്റെ വഹയി പ്രകാരം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ നിന്നുകൊണ്ട് ആ വെള്ളത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാനും ആ നീയത്തോടു കൂടി അത് കുടിക്കാനും അത് ഉപയോഗിക്കാനും കഴിയുന്നവരായി നമ്മൾ മാറണം. ഇല്ലെങ്കിൽ അപകടമാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ ഒരു പണ്ഡിതന്റെ പ്രസംഗത്തിലുള്ള എന്താ അറിയോ? ഇപ്പൊ രാവിലെ എണീറ്റാൽ 3 തവണ നമ്മൾ ഇടത്തെ കൈ ഉപയോഗിച്ച് മൂക്ക് ചീറ്റിക്കളയണം. ആര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ.
എന്താ കാരണം പറഞ്ഞത്? ഇന്ന ശൈത്വാന യബീതു അലാ ഖൈശൂമി അഹദികും, നിങ്ങളുടെ തരിമൂക്കിൽ, ശ്രദ്ധിക്കണില്ലേ, നിങ്ങളുടെ തരിമൂക്കിൽ രാത്രി ആര് രാപ്പാർക്കും? ആര് രാപ്പാർക്കും? പിശാച് രാപ്പാർക്കും. നിങ്ങളുടെ തരിമൂക്കിൽ രാത്രി പിശാച് രാപ്പാർക്കും, രാത്രി താമസിക്കും, മൂക്കിനുള്ളിൽ പിശാച് കയറും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഇടത്തെ കൈ ഉപയോഗിച്ച് രാവിലെ എണീറ്റാൽ ഫസ്റ്റ് 3 തവണ നിങ്ങൾ മൂക്ക് ചീറ്റിക്കളയണം. എന്നിട്ട് ഒരു പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന ആള് പറയാ, ഞാൻ ചീറ്റി നോക്കി ഒന്നും കാണുന്നില്ല. ഇത് പച്ചക്ക് ആരെ കളിയാക്കാണ്? അള്ളാന്റെ റസൂലിനെ, തങ്ങളായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചക്ക് പരിഹസിക്കുകയാണ്. പച്ചക്ക് പരിഹസിക്കുക. എന്നിട്ട് അത് പുറത്തെ ജനങ്ങള്, യുക്തിവാദികൾ, വലിയ ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്ന നിരീശ്വരവാദികൾക്കൊക്കെ ഇത് കിട്ടുമ്പോ അവരും പറയും, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ അവരുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുന്ന ആളുകളെ കാണിക്കണോ, ഇവർക്ക് വല്ല വിശ്വാസമുണ്ടോ ഇതില് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവര് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കും. അള്ളാന്റെ റസൂലിനെ പരിഹസിക്കുക. ദീനിന്റെ ഹുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ നമ്മൾ നിഷേധിച്ചാൽ പ്രവാചകൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും നിഷേധിച്ചവനെ പോലെയാണ്. എനിക്കിഷ്ടമുള്ളത് എടുക്കുക, എനിക്കിഷ്ടമില്ലാത്തത് മാറ്റിവെക്കുക. അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മള് അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബായി ചെയ്യുന്ന ആളായി നമുക്ക് മാറാൻ പറ്റൂല. സ്വഹാബികളാരും നബി പറഞ്ഞ ചില കാര്യങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടും, ചിലത് ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് പ്രിയപ്പെട്ടവരെ ബൈത്തുൽ മുഖദ്ദസിലേക്കും 7ാം ആകാശത്തിലേക്കും പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സത്യപ്പെടുത്തിയിരിക്കുന്നു. സഹാബത്ത് കേട്ടു, അവർ സത്യപ്പെടുത്തിയിരിക്കുന്നു. നബി അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഖബർ ശിക്ഷ നമ്മൾ എന്നും പ്രാർത്ഥിക്കണം അല്ലാഹുവോട്, അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നമ്മൾ ഓരോരുത്തരും പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ ഇതാ നിന്നോട് ശരണം തേടുന്നു, മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്. എന്നിട്ട് തൗഹീദ് കിട്ടി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയണേ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഖബറില് ശരിക്കുള്ള ശിക്ഷയൊന്നുമല്ല. അത് നമ്മളിപ്പോ ഉറക്കത്തിലൊക്കെ കാണൂലേ, നമ്മൾ വേർത്ത് കുളിക്കൂലേ, നമ്മൾ ആരോ പിടിക്കാൻ വരുന്ന പോലെ തോന്നി, അപ്പൊ നമ്മളാകെ വേർത്ത് കുളിച്ചു, പിന്നെ പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണർന്നപ്പോഴാണ് നമുക്ക് ആശ്വാസം ഉണ്ടായത്. അതുപോലെയാണ്. അത് നബി പറഞ്ഞിട്ടുണ്ടോ? സ്വപ്നം കാണുന്ന പോലെയാണെന്ന് നബി പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെങ്ങനെ ദുർവ്യാഖ്യാനിക്കുക? അപ്പൊ നിങ്ങൾ മുജാഹിദുകൾ എന്ന് പറയുന്നവരിൽ തന്നെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ വാദിക്കുന്നവരും പറയുന്നവരും ഉണ്ട് എന്ന് പറയുമ്പോ എന്തിനാ നമ്മൾ വേറിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. അത് ഏതെങ്കിലും പുറത്തുള്ള ഒരു സമസ്തക്കാരൻ പറഞ്ഞാൽ മാത്രമാണോ നമ്മൾ എതിർക്കേണ്ടത്? അല്ല. ഏതെങ്കിലും സമസ്തയിൽപ്പെട്ട ഗ്രൂപ്പുകൾ പറഞ്ഞാൽ മാത്രമാണോ എതിർക്കേണ്ടത്? അല്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ കളിയാക്കുമ്പോ അരുത് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. നീ പറയുന്നത് ശരിയല്ല, നബിയെ നീ പരിഹസിക്കരുത്, ഖുർആനിനെ നീ കളിയാക്കരുത്, ഹദീസുകളെ നീ പരിഹസിക്കരുത്. നിന്റെ ബുദ്ധിയിലും യുക്തിയിലും ഇട്ട് അത് അളന്ന് നോക്കി പരിശോധിച്ച് പറയേണ്ട ഒന്നല്ല ദീന്. ഒരാൾ ചോദിക്കുക, എന്താ സുബൈർ 2 റക്അത്ത്? നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? നിങ്ങൾ പറയും മറുപടി മനസ്സിൽ. ഒരാൾ ചോദിക്കുക, നിങ്ങളെ ഉച്ചക്കുള്ള നിസ്കാരം 4 മണിക്ക് അസർ നിസ്കരിക്കണം 4, മഗ്രിബ് 3, ഇശാ 4, സുബഹിക്ക് 2. എന്താ അതിന്റെ യുക്തി? നമ്മൾ വെറുതെ വളച്ചൊടിച്ച് നമ്മളെ ബുദ്ധിയിൽ തോന്നിയ മറുപടി പറയണോ? വേണ്ട. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത് സുബഹി 2 ആണ്. കഴിഞ്ഞു ഉത്തരം. അള്ളാന്റെ വഹയി പ്രകാരമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി 2 ആണെന്ന് പഠിപ്പിച്ചത്. അല്ലാതെ അതിന്റെ യുക്തി അളന്ന് ബുദ്ധി അളന്ന് നമുക്ക് തോന്നിയ വ്യാഖ്യാനം കൊടുത്താൽ വേറെ ഒരാൾ വേറെ വ്യാഖ്യാനം പറയും, നമ്മൾ വേറെ വ്യാഖ്യാനം പറയും, അപ്പുറത്തുനിന്ന് വേറെ വ്യാഖ്യാനം പറയും, എല്ലാം കൂട്ടിമുട്ടും. അത് ശരിയല്ല. അങ്ങനെ പറയാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. ഇപ്പൊ പേരോട് ഉസ്താദ് അള്ളാനെ പറഞ്ഞ് കളിയാക്കിയില്ലേ? എന്താ കാരണം? ഇങ്ങനെ അളക്കേണ്ട ബുദ്ധിയുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട് ചോദിച്ചു, തടവുകാരിയാണ്, 2 ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ നിന്നെ മോചിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കിയ സന്ദർഭം പറയാട്ടോ. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചോദ്യം എന്താ ചോദിച്ചെന്നറിയോ? ഐനല്ലാഹ്,
എന്താ അതിന്റെ അർത്ഥം? അയ്നല്ലാഹ്, അല്ലാഹു എവിടെ? ആ സ്ത്രീ പറഞ്ഞു അല്ലാഹു ഫിസ്സമാ, അല്ലാഹ് ആകാശത്തിലാണ്. സച്ചിന് മുജാഹിദും സമസ്തയൊന്നല്ല, 100 റൺസ് വെക്കുമ്പോ മേലോട്ട് നോക്കും അല്ലേ? സച്ചിന് മുജാഹിദും സമസ്തയൊന്നല്ലല്ലോ, 100 റൺസ് വെച്ചാ മേലോട്ട് നോക്കും. നമ്മളെ നാട്ടിലെ ഹൈന്ദവര് വരെ പറയും മേലുള്ളോ കാണൂട്ടോ. E.K. നായനാര് കേരളത്തിന്റെ വലിയ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് മാധ്യമക്കാരൊക്കെ വന്ന് കുറെ നേരം സംസാരിച്ചു, കുത്തി 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 ചോദിച്ചു. നായനാര് പറഞ്ഞു എനിക്ക് പറയാനുള്ള മറുപടി ഒക്കെ പറഞ്ഞു, ഇനി പോയിക്കോളി, നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ പറയാത്ത കാര്യം എന്റെ മേലെ കെട്ടി നായനാര് പറഞ്ഞു എന്ന് നാളെ പത്രത്തിൽ കൊടുക്കാൻ നിൽക്കണ്ട, എല്ലാം കാണുന്ന ഒരുത്തം മേലുണ്ട്. അതാരാ? നായനാര് പറഞ്ഞതാ കേട്ടോ. ഞാൻ പറയാത്ത ഒരു കാര്യം നാളെ എന്റെ പേരിൽ പത്രത്തിൽ വരുത്തണ്ട, നാളെ എല്ലാം കാണുന്ന ഒരുത്തൻ മേലുണ്ട്. യുക്തിവാദിയായ നായനാരാ പറയണേ. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലൊക്കെ ഒരു തേട്ടുണ്ട്, ഒരു വികാരമുണ്ട്, മേലുള്ള ശക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയോട് ചോദിച്ചു അയ്നല്ലാഹ്, അല്ലാഹ് എവിടെ? ആ സ്ത്രീ മറുപടി പറഞ്ഞു. പിന്നെ നബി ചോദിച്ചത് ഞാൻ ആരാണ്? താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയുടെ ചോദ്യം ഒരു ഹെഡിങ് ആക്കി അൽമനാറിൽ ഒരു ലേഖനം എഴുതി നമ്മളൊരു പണ്ഡിതൻ. ഒരു ലേഖനം നബിയുടെ ഈ ചോദ്യം ഹെഡിങ് ആക്കി, ക്യാപ്ഷൻ ആക്കി. എന്താ ക്യാപ്ഷൻ? അല്ലാഹു എവിടെ? എന്നിട്ട് ചില വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ പേരോട് ഉസ്താദ് അൽമനാർ എടുത്തു. എന്നിട്ട് മറുപടി പറയാണ്, പുതിയാപ്പിള്ളയെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നതുപോലെ ഒരു പരസ്യം വന്നിരിക്കുന്നു, അല്ലാഹു എവിടെ? കണ്ടുകിട്ടുന്നവർ മുജാഹിദ് സെന്ററിൽ ഏൽപ്പിക്കണം. എന്താ ഇങ്ങനെ കളിയാക്കാൻ തോന്നിയത്? ആരെയാണ് ഈ കളിയാക്കുന്നത്? ആരെയാ കളിയാക്കുന്നത്? ഞാൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? ആരെയാണ് ഈ പരിഹസിക്കുന്നത്? അല്ലാഹനെ. അള്ളാന്റെ റസൂല് വഹീ പ്രകാരം സംസാരിച്ചതാണ് അയ്നല്ലാഹ്, അല്ലാഹ് എവിടെ എന്ന് ചോദിച്ച് പഠിപ്പിക്കാൻ പടച്ചവന്റെ സമ്മതപ്രകാരം പഠിപ്പിച്ചതാ. ഉത്തരം പടച്ചവന്റെ സമ്മതപ്രകാരം പഠിപ്പിച്ചതാ. അതിനെ കളിയാക്കുകയാണ്. ഇങ്ങനെ കളിയാക്കാൻ. എന്നിട്ട് ചോദിക്കുക, അപ്പോ ഇവിടുത്തെ രാത്രിയാണോ അമേരിക്കയിലെ രാത്രി? ഇവിടുത്തെ രാത്രിയാണോ യൂറോപ്പിലെ രാത്രി? ഇവിടുത്തെ രാത്രിയിൽ വ്യത്യാസമല്ലേ ആഫ്രിക്കയിൽ ഉണ്ട്? അപ്പൊ അല്ലാഹ് എന്നും രാത്രി ഇറങ്ങുമെന്ന് സലഫികൾ പറയുന്നു. അപ്പൊ എപ്പോഴാ അല്ലാഹ് കേറുക? അത് നോക്കി നടക്കണ പണിയാ മൂപ്പർക്ക് ആണോ? അദ്ദേഹം ചോദിക്കുകയാണ്. ഹദീസിൽ വന്ന എന്താണ്? അല്ലാഹു തആല എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും, അവിടെ നിൽക്കണം, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. യൻസിലു റബ്ബുന തബാറക വതആല ഇല സമാഇ ദുനിയ കുല്ല ലൈല. കഴിഞ്ഞു. ഹദീസ് അതാണ്, സ്വഹീഹാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിൽക്കാൻ ഒരു മുസ്ലിമിന് കഴിയണം. എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് വരും. അല്ലാഹു ചോദിക്കും, ആരുണ്ട് എന്നോട് മാപ്പ് ചോദിക്കാൻ? പൊറുക്കലിനെ തേടാൻ ഞാൻ പുറത്തു തരാം, നിങ്ങൾക്ക് മാപ്പ് തരാം. ഇതിനെ പരിഹസിക്കുക. എന്തൊക്കെ ചോദിച്ചെന്നറിയോ? അള്ളാഹ്ക്ക് നിരങ്ങാന് ബാക്കുണ്ടോ? ചോദിച്ച ചോദ്യാണ് ഇയാള്. ഇങ്ങനെ നിരങ്ങലാണോ? അപ്പൊ അള്ളാഹ് ഇങ്ങനെ നിരങ്ങലാണ്. എങ്ങനെ കേറുക? അള്ളാഹ് അവിടെ ഇറങ്ങുമ്പോ ഇവിടെ ഇറങ്ങുമോ? ഇവിടെ ഇറങ്ങുമ്പോ അവിടെ കേറുവോ? ഈ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അവിടെ നിന്നാൽ ഒരു പ്രശ്നമല്ല. ഒരു പ്രശ്നം ഏത് വിഷയത്തിലും ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്ത് പറഞ്ഞു, അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഞാൻ അവിടുന്ന് പോയത് മൂക്ക് ചീറ്റിട്ട് അയാൾ പറയാണ് ഞാനൊന്നും കാണുന്നില്ല. ഹദീസിൽ എന്താ പറഞ്ഞത്? ഇന്ന ശൈത്താന യബീതു അലാ ഖൈശൂമി അഹദികും, നിങ്ങളുടെ തരിമൂക്കിൽ പിശാച് രാത്രി താമസിക്കും. ഇദാ നാമ, ആ മനുഷ്യൻ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ തരിമൂക്കിൽ പിശാച് രാപ്പാർക്കും. ഇവിടെ പ്രവാചകൻ പറഞ്ഞു, രാവിലെ എണീറ്റാൽ കൈയൊക്കെ പുറത്തേക്ക് വെള്ളം എടുത്തിട്ട് ബക്കറ്റിൽ കൈയിടരുത്, കുറച്ച് വെള്ളം പുറത്തേക്ക് എടുത്ത് കൈ നല്ല വൃത്തിയാക്കി കഴുകണം. നിങ്ങളെ കൈ എവിടെയൊക്കെ തട്ടിയെന്നറിയില്ല. പിന്നെ മൂക്ക് നിങ്ങൾ 3 തവണ ചീറ്റിക്കളയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ അത് വിശ്വസിക്കുന്നു, നമ്മൾ അത് അംഗീകരിക്കുന്നു. അവിടെയാണ് മുസ്ലിം. എല്ലാറ്റിന്റെ യുക്തി നമുക്കറിയില്ല. ഹജ്ജില് കല്ലെറിയാൻ പറഞ്ഞില്ലേ? ജംറയിൽ എറിയാൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ട് എറിയാനാ പറഞ്ഞത്? എന്തുകൊണ്ട് എറിയാനാ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞോളി. ചരക്കല്ല് പൊറുക്കിയെടുക്കുക. ചരക്കല്ല്, ചെറിയ കല്ലുകള് പൊറുക്കിയിട്ട് ഇങ്ങനെ എറിയാ, മെല്ലെ എറിഞ്ഞാ മതി. പാകിസ്ഥാനികൾ പറഞ്ഞു എന്തിനാ എറിയണത്? ഇബ്രാഹിം നബി എറിഞ്ഞത് ശൈത്താനെയാണ്, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ചരക്കല്ല് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമല്ല, പിന്നെ ചെരുപ്പൂരിട്ട് എറിയണം. എന്നിട്ട് പാകിസ്ഥാനുകൾ ചെരുപ്പം കൊണ്ട് വരികയാണ്, ഊരിയിട്ട് കൊട്ടുകേറ്. ഇവരെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണ്, ഇത്
ഇതിപ്പോ അള്ള തമാശയൊക്കെ പറഞ്ഞതല്ല, പിശാചിനെ എറിയാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് വലിയ കല്ല് ഒളിപ്പിച്ചു കൊണ്ടുവരിക, എന്നിട്ട് കൊടുക്കണ് ഏറ്, ചെരുപ്പൂരി ശൂരി എറിയ. മനസ്സിലായില്ലേ? ഇതാണ് ദീന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്നതാണ്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതെന്ന് തോന്നിയാൽ അപകടം ഉണ്ടാവും. അപ്പൊ അത് ആര് ഏത് സംഘത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ, ഈ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അളന്ന് നോക്കി തിട്ടപ്പെടുത്തി അത് ഓക്കെ, ഇത് പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ ദീനിൽ അവർക്ക് യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം കൂടിയാണ് പറഞ്ഞ ഖബർ ശിക്ഷ, ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം നിങ്ങൾ വെച്ചോക്ക്. എന്താ പറഞ്ഞത്? നിങ്ങൾ ആരും ഖബർസ്ഥാനിലേക്ക് ചെന്ന് ഒരു മനുഷ്യനെ ഖബറടക്കം ചെയ്യുമായിരുന്നില്ല. നിങ്ങൾ ഇനി പോവൂല ഖബറടക്കാൻ എന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന ശിക്ഷയെ നിങ്ങളെ കേൾപ്പിക്കാൻ. അള്ളാഹിനോട് ഞാൻ പറയുന്നു, ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന ശിക്ഷയെ ഒന്ന് ജനങ്ങൾക്ക് കേൾപ്പിക്കണമല്ല എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയുമായിരുന്നു. പക്ഷെ ഞാൻ അത് പറയാത്തത് പിന്നെ നിങ്ങൾ ആരും ഖബറടക്കാൻ പോകുകയില്ല എന്ന പേടി കൊണ്ടാണ്. എന്നിട്ട് അതിനെയാണ് ദുർവ്യാഖ്യാനിക്കുന്നത്. അതൊന്നുമില്ല, അതൊക്കെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്ക് കാലടി ശബ്ദം ഖബറിലേക്ക് കേൾക്കും, അയാളെ എഴുന്നേൽപ്പിക്കും, റൂഹ് മടക്കി കൊടുക്കും, ചോദ്യം വരും. ഇന്നലെ നമ്മൾ മിമ്പറിൽ പറഞ്ഞു ആ കാര്യം അല്ലേ? ഇത്ര കൃത്യമായി പറഞ്ഞിട്ട് പോലും ഈ അവസ്ഥയിൽ ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും പ്രിയപ്പെട്ടവരെ തന്റെ ഇഷ്ടപ്രകാരം വളച്ചൊടിക്കുകയും ചെയ്യുന്നു. അള്ളാഹു എല്ലാവിധ ശർറിൽ നിന്നും ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുഹമ്മദ് റസൂൽ, ഞാൻ അവസാനിപ്പിക്കുക. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു. അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ പിന്നെ ഇസ്ലാം പൊളിഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിനെ പൊളിഞ്ഞില്ലേ? നബിക്ക് ബോധമില്ലാതായി, നബിക്ക് പിന്നെ സ്ഥലകാല ബോധമില്ലാതെയായി, പിന്നെ എന്ത് ദീനാണ്? ഈ സിഹ്ർ ബാധിച്ചു എന്ന് പഠിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. നമുക്ക് ഹദീസിൽ എന്ത് വന്നു? കൃത്യമായ ഹദീസ് മാത്രമാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുക. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ, സുഹിറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനെ സിഹ്ർ ചെയ്യപ്പെട്ടു, സിഹ്ർ ബാധിച്ചു. ഹത്താ കാന യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ യഫ്അലുഹു എന്ന് തുടങ്ങിയിട്ട് ഹദീസുകൾ നമുക്ക് കാണാം. ഞാൻ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. ഇനി ഖുർആനിന്റെ ആയത്തൊന്ന് എടുത്തു നോക്ക് നിങ്ങൾ. അല്ലദീന യഅകുലൂന റിബ الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان. سبحان الله. എത്ര ക്ലിയർ ആണ്! പലിശ തിന്നുന്ന ആളുകൾ ലാ യഖൂമൂന, അവർ എഴുന്നേറ്റ് നിൽക്കുകയില്ല. നാളത്തെ അവസ്ഥ പറയണേ, പരലോകത്ത് വരാൻ പോണ അവസ്ഥ പറയാ. പലിശ കൊണ്ട് തിന്ന് തടി പരിപോഷിപ്പിച്ച ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോ അവർ എഴുന്നേറ്റ് നിൽക്കുകയില്ല. ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്സി, പിശാച് ബാധയേറ്റ മനുഷ്യൻ മറിഞ്ഞു വീഴുന്നത് പോലെ വീണിട്ടല്ലാതെ. അല്ലാഹുവിന്റെ ഖുർആന് ഇല്ലാത്തൊരു ഉദാഹരണം വെക്കുവോ? അല്ലാഹുവിന്റെ ഖുർആൻ ഇല്ലാത്തൊരു ഉദാഹരണം വെക്കുവോ? പിശാച് ബാധ ഏറ്റ മനുഷ്യൻ മറിഞ്ഞു വീഴുന്നത് പോലെ നാളെ പരലോകത്ത് പലിശ തിന്ന മനുഷ്യന്മാര് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നാളെ പരലോകത്ത് കാണുമെന്ന് അല്ലാഹ് മനുഷ്യരോടൊരു ഉപമ പറയുമ്പോ ആളുകൾക്ക് അത് അറിയണ്ടേ? അല്ലാഹ് അങ്ങനെയല്ല തൗഹീദ് പഠിപ്പിക്കാൻ പറയാ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെള്ളത്തിലേക്ക് കൈ നീട്ടി വെള്ളം വായിലെത്താൻ, എന്നിട്ട് അല്ലാഹ് പറയാണ് വെള്ളം വായിലെത്തൂല. അതേപോലെയാണ് അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ ഉപമ. അത് മനുഷ്യർക്ക് മനസ്സിലായില്ലേ? ആ ഉപമ പറയുമ്പോ അല്ലാഹ് ഖുർആനിൽ പറയാണ്, ഒരാള് കൈ നീട്ടി വെള്ളത്തിലേക്ക്. എന്തിനാ വെള്ളത്തിലേക്ക് കൈ നീട്ടിയത്? വെള്ളം കുറെ 10 മീറ്റർ താഴെയുണ്ട്. കിണറിന്റെ അടുത്ത് വന്നിട്ട് കൈ ഇങ്ങനെ നീട്ടിയിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ അല്ല, കൈ നീട്ടിയത് വായിൽ വെള്ളത്താനാണ്. അല്ലാഹ് പറയാ വായിൽ വെള്ളത്തൂല, വായിൽ വെള്ളം എത്തുകയില്ല.
എന്നിട്ട് അള്ളാഹ് പറയണേ, ഈ ഉപമ ഞാൻ എന്തിനാ പറഞ്ഞത്? ഇതുപോലെയാണ് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ ഉപമ. വെറുതെ ഒരു പണിയെടുക്കുകയാണ്, നിങ്ങൾ കിട്ടൂല ഉത്തരം എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹ് ഇത് പറഞ്ഞിരുന്നത്. ഇങ്ങനെ വലിയ സ്വലാത്തും ദിക്റും പ്രാർത്ഥനകളൊക്കെ ചൊല്ലി 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 ശിർക്ക് ചെയ്ത ആളുകൾ എട്ടുകാലിയുടെ വീട്, എട്ടുകാലി വിചാരിക്കുകയാണ് ഭയങ്കര സംഭവമാണ് ഇത്, ഞാൻ ഉണ്ടാക്കിയ ഈ വീട് എന്ന പോലെയാണ്. ഒക്കെ ഒരു ചെറിയ കാറ്റടിച്ചാൽ പാറിപ്പറന്ന് പോകുന്നത് പോലെ, കൂട്ടിയിട്ട വെണ്ണീറിനെ പോലെ എന്നൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിരർത്ഥകതയെ പഠിപ്പിക്കാനാണ്, ബലഹീനതയെ പഠിപ്പിക്കാനുള്ളത് പറയുന്നത്. ഇതേപോലെ പലിശ തിന്നുന്ന മനുഷ്യന്മാര് നാളെ പരലോകത്ത് വന്നു നിൽക്കുക പിശാച് ബാധ ഏറ്റു വീണവനെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യം അള്ളാഹ് ഖുർആനിൽ പറയൂ. അപ്പൊ പിശാച് ബാധ ഉണ്ട്, ഹദീസ് കൊണ്ട് തെളിയിക്കുന്നതാണ്, ഖുർആൻ കൊണ്ട് തെളിയിക്കുന്നതാണ്. എന്നാൽ അതിനെ നിഷേധിക്കുന്ന ചില ടീമുകൾ ഉണ്ടാകുന്നു. ഇല്ലാത്ത ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയും, ഇല്ലാത്ത ചികിത്സ നമുക്ക് പറ്റുമോ? ജ്യോത്സ്യനെ സമീപിക്കാൻ പറ്റുമോ? സിദ്ധനെ സമീപിക്കാൻ പറ്റുമോ? ഉറുക്ക് കെട്ടാൻ പറ്റുമോ? നൂലുതി കെട്ടാൻ പറ്റുമോ? ഏലസ് കെട്ടാൻ പറ്റുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും പാടില്ല, ശിർക്കാണത്. പക്ഷേ ഒരു പിശാച് ബാധയുണ്ട്. കേരളത്തിൽ ഒരു ഖതീബ് പ്രസംഗിച്ചു മിമ്പർന്ന്, ഒരു ഖതീബ് മിമ്പർന്ന് പ്രസംഗിച്ചു. അതൊക്കെ വെറുതെ ഒരു വസ്വാസ് മാത്രമേ ഉണ്ടാക്കൂ, അല്ലാതെ ശാരീരികമായിട്ടൊന്നും പിശാചിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഉടനെ പണ്ഡിത സഭ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മാറ്റി പറയും. പിറ്റേന്ന് വേറെ വീഡിയോ ഇട്ടു, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ശാരീരികമായിട്ടും പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും. 10-20 കൊല്ലം മിമ്പറിൽ കയറി ഖുതുബ പറഞ്ഞ ആളാ പറയണത്. ഇതൊക്കെ മനസ്സിലാക്കാതെയാണോ സംസാരിക്കുന്നത്? ആണോ? അപ്പൊ എന്താ ദീന് പറഞ്ഞത്? അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനാ നമ്മള് തൗഹീദിന്റെ വക്താക്കളായി, ദീനിന്റെ യഥാർത്ഥ പ്രബോധകന്മാരായി ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ. വേറെ ഒരു ലാഭവും ദുനിയാവിൽ നമുക്കില്ല. ഇല്ല, ഉണ്ടോ? നമുക്ക് എന്ത് ലാഭമല്ല ദുനിയാവിൽ? ഇപ്പൊ നല്ല നിങ്ങൾ സ്കോഡ് ഇറങ്ങിയില്ലേ? ഇന്നലെ സ്കോഡിന് പോയവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവന്തിച്ച് സന്തോഷിക്കാനാണ്. സ്കോഡിൽ പങ്കെടുത്തവര് ശരി, മതി മതി, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ എന്താഗ്രഹിച്ചു? നമ്മുടെ സമയം ഒക്കെ ചെലവഴിച്ച് നമ്മൾ ആ സ്കോഡിന് ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന റബ്ബിന്റെ കൂലിയാണ്, മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ തൗഹീദിന്റെ രംഗത്ത് ഉറച്ചു നിൽക്കുന്നവരെ നമുക്ക് നമ്മുടെ ആദർശത്തെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം. കൂനു മഅസ്വാദിഖീൻ, സത്യത്തിന്റെ കൂടെ നമുക്ക് നിലയുറപ്പിക്കാൻ കഴിയണം. ആരുമില്ലെങ്കിലും ഞാൻ സത്യത്തിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. ഓലെന്താ വിചാരിക്കുക, അവരെന്താ വിചാരിക്കുക? അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പല ഖബർസ്ഥാനിലും പ്രശ്നമാണ്. സമസ്തക്കാർ പറയും ഞങ്ങളെ ഖബർസ്ഥാനിൽ കൊണ്ടുവരാൻ പറ്റൂല അല്ലേ, എന്നിട്ട് അത് പറഞ്ഞിട്ടാ പേടിപ്പിക്കുക. അത് പറഞ്ഞിട്ട് പേടിപ്പിക്കലാണ്. മരിച്ചാ കാണിച്ചു തരാം. മരിച്ചാ പിന്നെ എന്ത് പ്രശ്നം? നമ്മൾ മരിച്ചില്ലേ, നമ്മുടെ ആമലാഞ്ഞ് പടച്ചോ നോക്കുക. ഇവൻ എവിടെ ഖബറടക്കി അതൊന്നും പ്രശ്നമല്ല. ഓല ഖബർസ്ഥാനിൽ നമ്മളെ ഖബറടക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് നരകം കിട്ടുമോ? ഇല്ല. മരിച്ചാ കാണിച്ചു തരാം. മരിച്ചിട്ട് എന്ത് കാണിക്കാനാ? ജയിക്കുമ്പോഴല്ലേ എന്നെ കാണിച്ചു തരണ്ടേ? അത് പറഞ്ഞിട്ടാ പല സാധാരണക്കാരെ പേടിപ്പിക്കുക എന്ന പോലെ പല ന്യായങ്ങളും നിരത്തി ആളുകളെ സത്യത്തിൽ നിന്ന് പിടിച്ചു നിർത്താൻ, സുഹൃത്തുക്കളെ അധർമ്മത്തിലും അസത്യത്തിലും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരുണ്ട്. എല്ലാ ശർറിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീർഘമായി സംസാരിക്കാൻ പറ്റുന്ന വേദിയല്ല, ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അങ്ങനെ പലതും സിറാത്ത് പാലത്തെ എതിർക്കുന്നു, സിറാത്ത് പാലത്തെ എതിർക്കുന്നു. ഇതിന് സങ്കടം എന്താണ്? എനിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട സങ്കടം ഒറ്റ വാക്കുകൊണ്ട് പറയാം. ഇതിനു മുമ്പേ എതിർത്ത് പോന്നവർ, സിറാത്ത് പാലത്തെ എതിർത്തവർ കേട്ടോ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഖബർ ശിക്ഷയെ എതിർത്തവർ, അതുപോലെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ സംസത്തിനെ എതിർത്തവർ, പലതിനെയും എതിർത്ത് പോന്നവർ, അവരോടൊപ്പം ആ എതിർത്ത് പോന്ന അവരോടൊപ്പം കൂടിക്കൊടുക്കുന്നവരായി ഒരു മുജാഹിദിന് മാറാൻ കഴിയില്ല. ഒത്തുചേർന്ന് അവരോടൊപ്പം ഈ മിമ്പറിൽ ഒരു ദിവസം ഹദീസിനെ നിഷേധിച്ച് സംസാരിക്കുക പറ്റുമോ? ഒരു ഹദീസിനെ നിഷേധിച്ച് അതൊന്നും ഇല്ല എന്ന് പറയാം. ഒരേ സ്റ്റേജിൽ നിന്ന് ഒരേ ആദർശക്കാര് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കണത്? സിഹ്ർ അത് ഹക്കീക്കത്തുണ്ട് എന്നൊന്നും അങ്ങനെയാണ് പറയാൻ പറ്റില്ല. അടുത്ത പ്രസംഗത്തിന് ആളെ വിളിച്ചു, സിഹ്റിന് യാഥാർത്ഥ്യം ഉണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധം. പിന്നെന്താണ് ഒരു ആദർശ രംഗത്ത് എന്ത് സ്ഥിരത നമുക്ക് ഉണ്ടാവുക? ഈ മിമ്പറിന്ന് ഒരു ഹദീസിനെ നിഷേധിക്കുന്ന ഒരു ഖുത്ബ, അടുത്ത ആഴ്ച ഹദീസിനെ അനുകൂലിച്ച് വരുന്ന ഖുത്ബ. ഈ മിമ്പറിന്ന് പിശാച് ബാധ ഇല്ല
അതൊന്നും സംഭവിക്കൂല എന്ന് പ്രസംഗം. അടുത്ത വെള്ളിയാഴ്ച പിശാച് ബാധ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ആളുകളുടെ മനസ്സിൽ എന്താ വരിക? അതുകൊണ്ട് ഹക്ക് എന്താണോ ഹക്കിന്റെ കൂടെയാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്. നമുക്കൊരു ലാഭമില്ല, നമുക്ക് ചീത്തയെ കിട്ടൂ, നമുക്ക് വെറുപ്പേ ഉണ്ടാവൂ, പക്ഷെ പടച്ചോന്റെ കോടതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. റബ്ബ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ സത്യത്തിന് വേണ്ടി സംസാരിച്ചവരായി, സത്യത്തിന്റെ കൂടെ സഞ്ചരിച്ചവരായി, സത്യത്തിന് വേണ്ടി നിലയുറപ്പിച്ചവരായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു തആല മുഅ്മിനായി മുവഹ്ഹിദായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ഒരു മൈന്യൂട്ട് പോയിന്റ് അതിനെ കീറി മുറിച്ച് എത്ര ചെറുതാക്കാൻ പറ്റുന്ന അതിന്റെ ശതമാനമുണ്ടോ അതുപോലും അള്ളാഹു അല്ലാത്തവരിലേക്ക്, അത് മനുഷ്യനാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചുപോയവരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നാകട്ടെ, ലോകത്തുള്ള ഏത് റബ്ബിന്റെ സൃഷ്ടിയാകട്ടെ, പ്രാർത്ഥനയുടെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും ഇല്ല റബ്ബിലേക്കല്ലാതെ. ഇബാദത്തിന്റെ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും റബ്ബിലേക്കല്ലാതെ ഞങ്ങൾ സമർപ്പിക്കില്ല, അള്ളാഹുവിലേക്ക് മാത്രം. അത് മരിക്കുന്നത് വരെ തൗഹീദ് നെഞ്ചിലേറ്റ് ജീവിക്കാനാണ് ഞാനും നിങ്ങളും തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കുന്നത്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാരുടെ ജ്യേഷ്ഠാനിയന്മാരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹുവേ. സത്യസന്ധമായ ദീനിന്റെ ദഅവത്ത് നിർവഹിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ സംസാരത്തിലോ വാക്കുകളിലോ അക്ഷരങ്ങൾ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, സ്ഖലിതങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വാക്കുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വായിക്കാനുള്ള നല്ല മനസ്ഥിതി അല്ലാഹുവേ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് നീ നൽകണേ അല്ലാഹുവേ. ഇത്രയും കാലം നിന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കി ജീവിച്ച് ഈ തൗഹീദിൽ നിന്ന് വേറിട്ട് പോയി അല്ലാഹുവേ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും വളർന്ന് ദീനിനെ കണക്കാക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെന്ന് വഴിതെറ്റി സഞ്ചരിപ്പിക്കല്ലേ അല്ലാഹുവേ. ദീനിൽ ഇസ്തിഖാമത്ത് നൽകണേ ദീനിൽ ഇസ്തിഖാമത്ത് നൽകണേ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.